ഇന്നച്ഛന് അങ്ങനെ ചോറിൻ്റെ കൂടെ തൈരും കാബേജ് തോരനും മീൻ വറുത്തത് വേണം. ഇല്ല അച്ഛാ? അച്ഛൻ കഴിച്ചിട്ട് കഴിക്കാം. ഇതോ ഇതാണ്ട് ഈ മീൻ കഴിക്കാച്ച, ഞാൻ പിന്നെ കഴിക്കാം. അച്ഛൻ കഴിച്ചിട്ട് ഇന്ന് കൂട്ടാൻ കുറവില്ല അച്ഛാ? അത് കാബേജ് കൂടെ ഇട്ട് വരവ്. കാബേജ് ഇന്ന് ഇത്രയുമുള്ള വർണ്ണം വരത്തില്ലല്ലോ. ഇങ്ങനെ എല്ലാം കൂടെ ഇട്ട് എടുത്തില്ല. ഇതാരാ ഏതാ ഇരിക്കുന്നത്? ഇതോ ഇത് എന്റെ മോന്. അത് പയ്യനല്ല, അച്ഛൻ്റെ കൊച്ചുമോന് കേട്ടോ. കേട്ടോ പയ്യൻ. അത് അത് കണ്ടായിരുന്നു, അന്ന് കണ്ടായിരുന്നു അവിടെ ഇവിടെ കൊണ്ടുണ്ടോ? ഇവിടെ. അതെ പോവാ. തിരുവനന്തപുരത്തോട്ട് അവൻ തിരിച്ചു പോവാ കേട്ടോ. ചോദിക്കാൻ കേട്ടോ. ഇവന്റെ പേരറിയാവോ മോന്റെ? ഇപ്പൊ മോന്റെ പേരെന്തുവാ? പേരെന്തുവാ? ദീക്ഷിത്ത് കേട്ടോ. അത് ശരി. അത് നമ്മുടെ പട്ടാളത്തിന്റെ കാര്യം. പട്ടാളത്തിന്റെയോ? എടുക്കച്ചാ അതിലോട്ട് ഈ മീനിന്റെ ചാറൂടെ അതിലോട്ട് ഒഴുകി മൊത്തം ഒഴുകി. എന്നല്ലേ രുചിയുള്ളൂ കേട്ടോ. എന്തുവാ അതല്ലാതെ ഇതല്ലയോ? ഇത് മൊത്തം എടുത്തിട്ട് വേണം കഴിക്കാൻ. പാട്ട് പിന്നെ പാടാം. പാട്ട് പിന്നെ പാടാം. ചോറിട്ടിട്ട് നമുക്ക് അതിന് ചോറിട്ടിട്ടേ നമുക്കൊരു അരമണിക്കൂർ പാട്ടിന് വേണ്ടി മാറ്റാം. എന്താ മാറ്റിയാലോ? മാറ്റിയാലോ? കൊട്ടാരല്ലോ? അല്ല, അവിടെ ഞാൻ പോകാറില്ലായിരുന്നു. എന്നാ ഇപ്പൊ ഇപ്പോഴേ ഇപ്പം പോകത്തില്ലെന്ന് പറഞ്ഞത് കാലിന് ഉയരത്തില്ല. കഴിച്ചു. ഇത് തലയാ എന്നുള്ളതേ ഉള്ളു. ചക്രമുള്ളയും കൂട്ടാനും വാലും പിന്നെ കൂട്ടാനും ആ വെള്ളവും അത്രയേ ഉള്ളു. അല്ലാതെ വേറെ ഒന്നും. ഇതും കൂടെ കഴിക്കും. ഇല്ല. ഇതും കൂടെ കഴിക്കും. പിന്നെ കഴിച്ച് നോക്കാം. കടക്കാം. ഇതോ കുറച്ചല്ലേ ഉള്ളൂ? ഇതിനകത്ത് കുറച്ചേ ഉള്ളൂ. അതുകൂടെ കഴിക്കും. അതെ, ഇതിനകത്ത് ചെയ്താക്കിയാൽ മതി. അച്ഛാ അതുകൂടെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോയി ഇതിന്റെ ചാറെടുത്തിട്ട് ചാറ് ഒഴിച്ചു. അതെ, ഈ ചാറേ ഇതെടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് കഴിക്കാം. ആ മീനും കൂടെ എടുക്കണം. ഈ മീനേ ആ മീനും കൂടെ ഇളക്കി കഴിഞ്ഞാൽ നല്ല രുചിയായിരിക്കും കേട്ടോ. ഓക്കെ. ഈ ഗുണം തന്നെയായിരുന്നു അതിൻ്റെ ആ നല്ല വാർത്തമായിട്ടുള്ള അത് കൊണ്ടുവന്ന് അവിടെ കൊടുത്ത് അവിടെ കൊണ്ടുവന്ന് ഷാജിൻ്റെയും പിന്നെ രാജൻ്റെ അതും ഉണ്ട്. എല്ലാം കൂടെ ചേർത്താ കൊണ്ടുപോയത്. ബാബു ഇല്ലയോ? ഏത് ബാബു? ഈ കുട്ടാരെ ഇവിടെ അഞ്ചാലുമൂട്ടിന്റെ ഉള്ള അഞ്ചാലുമൂട്ടിലുള്ള ബാബു. അഞ്ചാലുമൂട്ടി അങ്ങ് അത് അമ്പലത്തിന്റെ അവിടെ ഇല്ല. അച്ഛനൂടെ പഠിച്ചാണോ? അതെ. സതീഷ് അങ്ങനെ ബാക്കിയുള്ള എല്ലാവരും ഒരുപാട് പേരുണ്ട് അതിനകത്ത്. അവരെ വീട്ടില് അവരെവിടെ. അതെ, അത് ഇവിടെ നമ്മുടെ അഞ്ചാലുമൂട് ഇല്ലയോ? അഞ്ചാലുമൂട് അവിടെ തന്നെ അതിന്റെ അവരുടെ അത് കൂട്ടുകാരാ. അത് അവര് വരുന്ന അവര് കുട്ടാരക്കര അവിടുന്ന് വരുന്നേ. എവിടുന്നറിയും? വടക്ക് അതൊക്കെയാ കഴിക്കുന്നില്ലേ? ഞങ്ങൾ താമസിച്ചാണ്. ഇന്നലെ പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങൾക്ക് വന്നപ്പം തന്നെ വൈകിട്ട് വെളുപ്പിന് 6 മണിയായി. സന്തോഷമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ
ദൈവത്തിനോട് കാണിച്ച് ആലോചിക്കുക, അതാ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ദൈവം കൈക്കതിനകത്ത് തരും. എന്താ വെച്ചാ സന്തോഷം എന്നുള്ളതല്ല, അതിന് നല്ല സൗഹൃദമായ കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കുന്നത്. അതെ, ദൈവത്തിൻ്റെ. അതെ. ഇപ്പം പനയം ഇത് പറയാണെങ്കിൽ അവിടെ അമ്പലത്തിൻ്റെ അവിടെ തന്നെ ആയാലും ശരി തന്നെ ഈ പനയത്ത് അവിടെ നിന്ന് എടുക്കുന്നതിന് അതുകൊണ്ട് തന്നെ അതുണ്ട്. പിന്നെ അതിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പനയത്ത് തന്നെ ആ വീട്ടിൻ്റെ വീട്ടിൽ നിന്നും അതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ നിന്നും എടുത്തുകൊണ്ട് പോകുന്നു. അത് കൊടുക്കുന്നത് അവിടെ കൊണ്ടുപോയി അത് അവിടെ കൊണ്ടുപോകുന്നു. തീർച്ചയായിട്ടും അതിന് അവർ ഭയങ്കര കാര്യമായിട്ട് അവിടെ കാണിക്കുന്നത് അമ്പലത്തില്. അച്ഛനിപ്പോഴും പഴയ കാലമാണ് മൊത്തം ഓർമ്മയുള്ളത്. അച്ഛൻ പനയത്താ വീട്. അച്ഛനെപ്പോഴും പനയത്തെ പഴയ ആൾക്കാരല്ലയോ, ഈ പനയത്തെ പഴയ കഥകളും പറയ ആൾക്കാർ എപ്പോഴും പറയും അഞ്ചാലമ്മൂട് പന, ഇതൊക്കെയാണ് അച്ഛൻ്റെ മനസ്സിൽ കിടക്കുന്നത്. ഇതിനിടയ്ക്ക് അച്ഛൻ ഒരു പണി കാണിച്ചു തരുന്നു. ഒരു വർഷം മുമ്പ് അച്ഛൻ ഇവിടുന്ന് അന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ല, അച്ഛൻ ഇറങ്ങിപ്പോയി നെടുവത്തൂര് കിള്ളൂര് വരെ അച്ഛൻ നടന്നുപോയി. ഭാഗ്യത്തിന് ആരോ കണ്ടു. ഞാൻ തിരുവനന്തപുരത്ത് നിൽക്കുന്ന സമയത്ത് വിളിച്ചു പറഞ്ഞു അങ്ങനെ വണ്ടിയിൽ അച്ഛനൂടെ കൊണ്ടുപോകും. അതിനുശേഷം ഒരു പ്രാവശ്യം അച്ഛൻ ഒറ്റയ്ക്ക് അഞ്ചാലമൂട് പോയി. അഞ്ചാലമൂട് ചെന്ന് ഇറങ്ങി നേരെ കറക്റ്റ് വീട്ടിൽ എത്തി, പനയത്ത് വീട്ടിൽ എത്തി അച്ഛൻ. അങ്ങനെ അവരിന്ന് വിളിച്ചു പറഞ്ഞാണ് ഞങ്ങൾ പിന്നെ ഇവിടുന്ന് വിളിച്ചുകൊണ്ടുവന്നു അച്ഛൻ. ഓർമ്മയുണ്ടോ അതൊക്കെ? ഓർമ്മയുണ്ടോ? ഉണ്ടോ? ഇപ്പോഴും അച്ഛന് പനയും ആ പ്രദേശങ്ങളും ഒക്കെയാണ് ഇപ്പൊ ഇപ്പോഴും മനസ്സിലുള്ളത്. ഇല്ല അച്ഛൻ? ഉത്സവവും അച്ഛൻ പണ്ട് കുതിര എടുക്കാനൊക്കെ പോയിട്ടുണ്ടോ? പനയത്ത് അമ്പലത്തിൽ ഉത്സവത്തിന്? അച്ഛനും പിന്നെ അച്ഛൻ്റെ ജൈനക്കാര് ഇല്ലയോ, അവര് എല്ലാം എവിടെല്ലാം പോകും. എറണാകുളം അങ്ങ് വടക്കേ ഇന്ത്യയുടെ അങ്ങ് വടക്കേ അറ്റത്തും അതുപോലെ തന്നെ ഇവിടുന്ന് ഇവിടെ നമ്മുടെ ഇവിടെ ഒരു അമ്പലത്തിൻ്റെ അടുത്ത് അവിടെ അത് കഴിഞ്ഞിട്ട് പിന്നെ പോകുന്നത് തിരിച്ച്. അച്ഛൻ കുതിര എടുത്തിട്ടുണ്ടോ? അമ്പലത്തിൽ ഉത്സവം? ഞാനോ എടുക്കരുത്. തീർച്ചയായും എടുത്തിട്ടുണ്ടായിരുന്നു. പണ്ട് തോളെല്ലാം പൊട്ടുമല്ലേ? ഇല്ല, താളിന് പൊട്ടപ്പെട്ടൊന്നും വന്നിട്ടില്ല. തോൾ പൊട്ടത്തില്ലേ? ഇല്ല, അത് ഈ വനത്തിൽ ഇരിക്കത്തുള്ളൂ. കത്തിന് രണ്ട് സൈലും കൈ രണ്ടും ബലമായിട്ട് പണ്ട് ചെയ്യുമായിരുന്നു. കളിക്കും. ആ മീൻ കൂടെ മീൻ കഴിച്ചില്ല കേട്ടോ. കണ്ടേ, ആ വറുത്ത മീൻ തൊട്ടിട്ടേ ഇല്ല. അതും കൂടെ അതെടുക്ക്. അച്ഛനൊക്കെ പറഞ്ഞ മീൻ മേടിക്കാനോടെ താന്നിക്ക മുക്കി പോകുമായിരുന്നു. എവിടെ പോയി മേടിക്കും? താന്നിക്ക മുക്കില്ല. അതല്ല, പിന്നെ അഞ്ചാലമൂട്ടിലുണ്ടല്ലേ? താന്നിക്ക മുക്കില്. അതെ, അത് എപ്പോഴും സമയത്തും കാണും. കായൽ മീനൊക്കെ ആയിരിക്കും അല്ലേ? അന്ന് കായൽ മീനൊക്കെ അവിടെ ഒരുപാടുണ്ടല്ലേ? അച്ഛന് മീൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. പണ്ട് മീൻ അച്ഛൻ കഴിക്കും. പിന്നെ ഇറച്ചിയൊന്നും കഴിക്കത്തില്ല. പക്ഷേ ഈ ഇടയ്ക്ക് ഞങ്ങൾ ഇറച്ചിയെ കൊടുത്ത് ഇറച്ചി ചിക്കനൊക്കെ കഴിക്കും അല്ലേ? അപ്പൊ ഓക്കെ ഇനി കുറച്ച് സംസാരിക്കുന്നുണ്ട്. ഇത് ആഹാരം കഴിച്ചിട്ട് കടന്നുറങ്ങി കേട്ടോ. വൈകിട്ട് ചായ കുടിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ കേട്ടോ? ഓക്കെ കഴിക്കും. ഓക്കെ.